അപ്പോൾ കൂട്ടുകാരെ വെൽക്കം ബാക്ക്. അപ്പോൾ എല്ലാവരും നമ്മുടെ സ്പ്രേയും നമ്മുടെ സെൻസിറ്റിവിറ്റീനെ പറ്റിയും എല്ലാവരും നല്ലത് പറയണ കേട്ടപ്പോൾ ഞാൻ തന്നെ വിചാരിച്ച് എന്നാൽ പിന്നെ സെൻസിറ്റിവിറ്റിയുടെ ഒരു വീഡിയോ തന്നെ ചെയ്താക്കാന്ന്, ഒരു ലോങ് വീഡിയോ. അപ്പോൾ അതിന് മുമ്പ് നിങ്ങൾ സെൻസിറ്റിവിറ്റി എൻ്റെ കണ്ടിട്ടില്ലെങ്കിൽ, എൻ്റെ സ്പ്രേ ഒന്നും കണ്ടിട്ടില്ലെങ്കിൽ ജസ്റ്റ് ഒന്ന് കണ്ടു നോക്ക്. അപ്പോൾ എങ്ങനെയുണ്ട് ഗൈസ്? വീഡിയോ ഇഷ്ടപ്പെട്ടോ? അപ്പോൾ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ നമ്മളൊന്ന് ലൈക്ക് ചെയ്ത് സബ്സ്ക്രൈബ് ചെയ്ത് വേറെ ഒന്നും ചോദിക്കണ്ട ഗൈസ്. നമ്മളെ വളർന്നവരാൻ സഹായിക്കും, നമ്മുടെ ഡ്രീം അച്ചീവ് ചെയ്യാൻ സഹായിക്കും. ഓക്കെ, അപ്പോൾ അധികം ഞാൻ പറഞ്ഞ് വലിപ്പിക്കണില്ല. അപ്പം നമുക്ക് ട്രെയിനിങ്ങിൽ പോയിട്ട് നമുക്ക് നമ്മുടെ സെൻസിറ്റിവിറ്റി എങ്ങനെ റെഡിയാകും. ഇപ്പം ഞാനിപ്പോൾ ഇട്ട സെൻസിറ്റിവിറ്റി നിങ്ങൾ ഇട്ടെന്ന് പറഞ്ഞുകൊണ്ട് നിങ്ങൾക്ക് നന്നായിട്ട് സ്പ്രേ ചെയ്യാൻ പറ്റുമെന്നൊന്നുമില്ല. നിങ്ങൾ നിങ്ങളുടേതായ രീതിയിൽ എൻ്റെ സെൻസിറ്റിവിറ്റിനെ മോഡിഫൈ ചെയ്ത് നിങ്ങളുടേതായ രീതിയിൽ അഡ്ജസ്റ്റ് ചെയ്ത് നിങ്ങൾ പ്രാക്ടീസ് ചെയ്താൽ മാത്രമേ ഒരു പിൻ പോയിന്റ് സ്പ്രേയോ അല്ലെങ്കിൽ ഒരു നല്ല രീതിയിൽ നമുക്ക് നമ്മുടെ സെൻസിറ്റിവിറ്റി റെഡിയാക്കാൻ പറ്റുള്ളൂ. എടുത്തോ പിടിച്ചോ യൂട്യൂബിൽ സെർച്ച് ചെയ്താൽ പല ആൾക്കാരും പല വീഡിയോസ് ഇടും. അതുപോലെ വന്ന് ഇട്ട് കണ്ട് നമ്മളത് പോയി കോപ്പി പേസ്റ്റ് ചെയ്ത് നമ്മുടെ കയ്യിൽ ചെന്ന് കളിച്ച് ഉണ്ടായിരുന്നതിനെക്കാട്ട കഷ്ടവും നമ്മുടെ കളി. അപ്പം ഞാനും പണ്ട് ഇങ്ങനെയൊക്കെ ചെയ്തിരുന്നു. ഇത് ഞാൻ തന്നെ ഉണ്ടാക്കിയൊരു സെൻസിറ്റിവിറ്റിയാണ്. അപ്പോൾ ഇതെൻ്റെ ഫോൺ IQ10 ആണ്. അപ്പം മിക്കവാറും ബിഗിനേഴ്സ് ആയിട്ടുള്ള ആളുകളെ ഞാൻ പ്രിഫർ ചെയ്യുന്നുള്ളൂ. അല്ലാത്ത ആൾക്കാർക്ക് നല്ലൊരു സെൻസിറ്റിവിറ്റി ഉണ്ടെങ്കിൽ അത് തന്നെ ട്രെയിൻ ചെയ്ത്. അപ്പം എന്നോട് ചോദിക്കുന്നത് നിങ്ങൾ എന്തിനാണ് ഈ വീഡിയോ ഞാനിവിടെ ഇടുന്നത്? നിങ്ങൾക്ക് അങ്ങ് ഞാൻ പറയാനായിട്ട് ഉദ്ദേശിക്കുന്നത് ഇത് തന്നെയാണ്. നിങ്ങൾ പല ആൾക്കാർ എൻ്റെ ഷോർട്സ് വീഡിയോസ് കണ്ട് എൻ്റെ സെൻസിറ്റിവിറ്റി തരുമോ എന്ന് ചോദിച്ചുകൊണ്ട് മാത്രമേ ഞാൻ ഇടുന്നത്. ബട്ട് നിങ്ങളായിട്ട് നിങ്ങളുടെ സെൻസിറ്റിവിറ്റി നിങ്ങളുടേതായ ഗൈറോ എല്ലാം നിങ്ങളായിട്ട് റെഡിയാക്കി നിങ്ങളായിട്ട് നിങ്ങളുടെ എന്താ പറയുക ഓൺ പെർഫെക്ഷൻ ഉണ്ടാക്കി കഴിഞ്ഞാൽ ബെറ്റർ ആയിരിക്കും. മീൻസ് അവരൊരു ജോണത്തൻ, സായി പോപ്പി അവരുടെ വീഡിയോസ് കണ്ട് അവരുടെ ഇത് കണ്ട് ഇത് ചെയ്തെന്നൊന്നുമല്ല. പരമാവധി നമ്മൾ തന്നെ ട്രെയിൻ ചെയ്യാൻ നോക്കുക, നമ്മുടെ സെൻസിറ്റിവിറ്റി റെഡിയാക്കുക, സ്പ്രേ ചെയ്യുക. പരമാവധി നമുക്ക് കിട്ടുന്ന ഫൈറ്റ്സ് ഒക്കെ നമ്മൾ ഈ പറഞ്ഞ പണ്ടാറമ്പിക്കണം. അതാണ് ഒരു കാര്യം ഇപ്പോഴാണ് ഓർത്ത്. ക്യാമ്പ് ചെയ്യില്ലേ, എന്ത് പണ്ടാറങ്ങളാണ് ഈ ഇവന്റിൽ. മടുത്തെനിക്ക്. സ്റ്റിൽ നമ്മുടെ സെൻസിറ്റിവിറ്റി കണ്ട് ഇഷ്ടപ്പെട്ട് നമുക്ക് ഡിസർവിങ് ആണെന്ന് തോന്നണമെങ്കിൽ, നമ്മുടെ സെൻസിറ്റിവിറ്റി ഉണ്ടല്ലോ ഗെയിം പ്ലേ കണ്ട് ഡിസർവിങ് ആണെന്ന് തോന്നണമെങ്കിൽ നമ്മളെ വളർത്താൻ സഹായിക്കണം, നമ്മളെ സപ്പോർട്ട് ചെയ്യണം ഗൈസ്. അപ്പം പ്രത്യേകിച്ച് മലയാളത്തിൽ പറഞ്ഞുള്ളൂ, മലയാളികളെ നമ്മളിപ്പോൾ ചെറിയ കണ്ടന്റ് ആയിരുന്നു, ഇത് ചിലപ്പോൾ 10 വരെ കാണുന്നുണ്ടാവുള്ളൂ. സ്റ്റിൽ വൺ ഡേ ഐ നെവർ ഗിവ് അപ്പ്. അപ്പോൾ ഇംഗ്ലീഷൊക്കെ പറഞ്ഞത് കാര്യങ്ങളെ നമ്മൾ ശ്രമിക്കും, നമ്മൾ ഗിവ് അപ്പ് ചെയ്യില്ല. സ്റ്റിൽ നിങ്ങളൊക്കെ ഒന്ന് സപ്പോർട്ട് ചെയ്താൽ അതൊരു മോട്ടിവേഷൻ ആയിരിക്കും. ഓക്കെ, അപ്പോൾ എൻ്റെ സെൻസിറ്റിവിറ്റി ഞാൻ അവസാനം ഇടുന്നുണ്ട് വീഡിയോൻ്റെ. ജസ്റ്റ് കണ്ട് ഇഷ്ടപ്പെടണമെങ്കിൽ അതൊന്ന് കോപ്പി പേസ്റ്റ് ചെയ്ത് നിങ്ങളെ തന്നെ മോഡിഫൈ ചെയ്ത് നിങ്ങളെ തന്നെ പ്രാക്ടീസ് ചെയ്ത് ട്രെയിനിങ് റൂമിൽ പോയി ഗ്രൈൻഡ് ചെയ്ത് സെറ്റ് ചെയ്യാൻ നോക്കൂ. ഓക്കെ, ശീലമില്ല ഈ ലോങ് വീഡിയോസ് ഓൺ വോയിസ് ചെയ്തിട്ട്. അതുകൊണ്ടാണ് ഇങ്ങനത്തെ മിസ്റ്റേക്സുകൾ തന്നെ. ഒറ്റ സ്ട്രെച്ചിലാണ് സാധനങ്ങൾ പറയണത്, എഴുതി വെച്ചൊന്നല്ല പറയണത്. അപ്പോൾ എന്തെങ്കിലുമൊക്കെ ഉണ്ടെങ്കിൽ ക്ഷമിക്കണം. ഇനിയും ബെറ്റർ ആക്കാൻ ശ്രമിക്കും. ഓക്കെ, ബൈ.